എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സൂപ്പർ സ്റ്റാർ സീനിയറിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. സീനിയേഴ്സ് ഒരുപാട് സ്നേഹം കിട്ടും. വേറെ 3 ഉമ്മ വേണോ? വേണം. ഇവിടെ ഉണ്ട് 3 ഉമ്മകൾ. തരുമോ? തരാലോ, ഉറപ്പായിട്ടും. ഉറപ്പായിട്ടും. ചേച്ചി പാറു, ശരത് സർ, പാറു, ഷാനിക്ക, പാറു. താങ്ക് യു. സൂപ്പർ ഓർക്കസ്ട്ര. ഒരു കാര്യം ശ്രദ്ധിച്ചോ? ആ പാറു 2 സ്പാനറും കൊണ്ടാണ് സ്പാനറും കൊണ്ട് ഇങ്ങനെ കൊട്ടിക്കൊണ്ടിരിക്കും. ഇതാണ് എല്ലാവരുടെയും കയ്യില്. അതാണ് വർക്ക്ഷോപ്പ്. ഇതാണ് മെയ്ദീന്. KNK ഓട്ടോമൊബൈൽസ് ഇല്ലേ, സ്പാനർ, സ്ക്രൂ ഡ്രൈവർ എല്ലാം സൂപ്പറായിരുന്നു കേട്ടോ. പക്ഷെ പാറു എന്തൊരു കളറാടിയത്. സൂപ്പർ അല്ലേ? സുന്ദരിയായിട്ടുണ്ട്. പക്ഷെ അതുമായിട്ട് മാച്ച് ചെയ്യുന്ന വേറൊരു സംഭവം ഉണ്ട് ഇവിടെ. ശരത് സർ, ആ വാച്ച് കണ്ടോ? നിങ്ങൾ നോക്ക്. ഇഷ്ടമായോ പാറു? സത്യം ഇതിന് നല്ല മാച്ചിങ് ആണത്. ആണോ? ഒരു മിനിറ്റ്. സർ, അപ്പൊ അത് എനിക്ക് തരാൻ പോവാണോ? ശരിക്കും വർക്കിയില്ലേ? ഭാഗ്യല്ലേ ശരത് സാറിന്റെ ഒക്കെ വാച്ച്. താങ്ക് യു സാർ. ഇനിയിപ്പോ ഇത് ഭയങ്കര ശല്യമായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ടേക്ക് നോക്കിയിട്ടായിരിക്കും സമയം ചോദിക്കണേ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുന്നേ നമ്മുടെ കണ്ടസ്റ്റൻസിനെയൊക്കെ ഫസ്റ്റ് ഇൻട്രോ ചെയ്തത് എങ്ങനെയായിരുന്നു? ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞത് സൂപ്പർ ഗേൾസ്, സൂപ്പർ ബോയ്സ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. നമ്മൾ വിചാരിക്കുന്നു ഇവരെ അങ്ങ് സ്പ്ലിറ്റ് ചെയ്യാം. അതായത് ബോയ്സ് ഒരു ടീം, സൂപ്പർ ബോയ്സ് ഒരു ടീം, സൂപ്പർ ഗേൾസ് ഒരു ടീം. ഇവര് തമ്മിലുള്ള കോമ്പറ്റീഷൻ ആയിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ കോമ്പറ്റീഷൻ സ്പിരിറ്റ് കൂടിയില്ലേ? പാട്ട് മാത്രമല്ല, നമ്മളുടെ പല എന്റർടൈൻമെന്റ്സ് ഉണ്ടാവും. അപ്പൊ അത് ആ ഒരു സ്പിരിറ്റിൽ എടുത്തിട്ട് വേണം നിങ്ങൾ ടീം ജയിക്കാൻ വേണ്ടി മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ഗെയിംസ് ഉണ്ടാവും, ഗിഫ്റ്റ്സ് ഉണ്ടാവും കേട്ടോ, ഉറപ്പായിട്ട് സമ്മാനങ്ങളുണ്ട്. അപ്പൊ അതിനു വേണ്ടി നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യണം. ഓക്കെ, അതിനു മുന്നേ നമുക്ക് ഫുൾ ബോയ്സ് ഒരു ടീം, ഫുൾ ഗേൾസ് ഒരു ടീം. 12 ഗേൾസ് വേഴ്സസ് ബോയ്സ് ആണ്. സൂപ്പർ ഗേൾസ് വേഴ്സസ് സൂപ്പർ ബോയ്സ്, അങ്ങനെയാണ്. ഇപ്പൊ ആരാ സൂപ്പർ എന്നുള്ളത് നമുക്ക് അറിയാം, കണ്ടറിയാം. പക്ഷെ നമുക്ക് ഇതിനൊരു ക്യാപ്റ്റൻ വേണ്ടേ? വേണം. ഗേൾസ് ടീമിൽ നിന്ന് ഒരു ക്യാപ്റ്റൻ വേണം, ബോയ്സ് ടീമിൽ നിന്ന് ഒരു ക്യാപ്റ്റൻ വേണം. അവരെന്നെ തീരുമാനിക്കട്ടെ. ബോയ്സ് ടീമിൽ നിന്ന് ആരാണ് ക്യാപ്റ്റൻ? ബോയ്സിന് തീരുമാനിക്കാം. ബോയ്സ് ടീമിന്റെ ക്യാപ്റ്റൻ റെഡിയായി. ബോയ്സ് ടീമിന്റെ ക്യാപ്റ്റൻ നമ്മുടെ യശ് ആണ്. അപ്പോ യശ്, ഇവരുടെ എല്ലാവരുടെ റെസ്പോൺസിബിലിറ്റി ഉണ്ട് കേട്ടാ. നിങ്ങളുടെ ടീം ജയിക്കണം. ഓക്കെ, ഇനി ഗേൾസ് ടീമിൽ നിന്ന് ആരാണ്? Come on everybody. വെരി ഗുഡ്. അത് ആക്ച്വലി നല്ലൊരു തീരുമാനം. നമ്മൾ സന്തോഷിക്കുന്ന ആ കാര്യത്തിൽ ക്യാപ്റ്റൻ അവരെ നന്നായി നോക്കിക്കോളൂ, ഉറപ്പായിട്ടും. അപ്പൊ 2 ക്യാപ്റ്റൻസ് എന്തായാലും പറയും, ചെറിയ ജീവിതമാണല്ലോ. കാരണം എന്തായാലും ഈ ക്യാപ്റ്റന്റെ ശിക്ഷണത്തിലുള്ള ഈ കുട്ടികൾക്ക് ജീവിതം എന്താന്ന് പഠിക്കാൻ പറ്റും. യെസ്, എന്തായാലും പഠിച്ചല്ലോ ഓൾറെഡി. പറയൂ ക്യാപ്റ്റൻസ്.
യശ്. അപ്പൊ ഇനി സൂപ്പർ ബോയ്സിന്റെ ടീം എല്ലാം യശിന്റെ ഇതിലാണ്. ഓക്കെ, നമ്മൾ ഇനി യശിനോടാണ് ചോദിക്കാൻ പോകുന്നത്. അതെ. അതെ. ആര് തെറ്റിച്ചാലും ഞങ്ങൾ യശിനോടാണ് ചോദിക്കാൻ പോകുന്നത്. പാട്ട് അവര് മര്യാദക്ക് പാട്ട് പഠിച്ചു, എല്ലാ കാര്യങ്ങളും എല്ലാം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എല്ലാം യശിന്റെ തലയിലാട്ടാ. ചിലപ്പോ ഒരുപക്ഷെ ആരെങ്കിലും പിന്നെ 2-3 കുട്ടികളൊക്കെ മോശമായിട്ട് പാടിയ യശിനെ വരെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. യശ് വൃത്തിയായിട്ട് പാടിയാലും യശിനെ ഞങ്ങളുടെ അടുത്ത് ദൂരെ കളയും. ക്യാപ്റ്റൻ ആവണ്ടായിരുന്നു. ബോയ്സ് നമുക്കൊന്ന് പൊളിക്കാം കേട്ടോ. സൂപ്പർ ബോയ്സ്. Come on. ഞങ്ങൾ ഓൾറെഡി റെഡിയാണ്. ഞങ്ങൾ ഓൾറെഡി റെഡിയാണ്. ഞങ്ങള് ജീവിതം ചെറുതാണല്ലോ. മഞ്ചരി പറഞ്ഞ ടെക്സ്ചറാണ്. ഞങ്ങള് ഓൾറെഡി അതാ ഉറങ്ങാൻ റെഡിയാണെന്ന്. Come on everybody. Already packed ആണ് സർ. ഓക്കെ ഗുഡ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് ക്യാപ്റ്റൻസ്. അപ്പോ ഇന്നത്തെ എപ്പിസോഡിലെ ഫസ്റ്റ് പെർഫോമൻസ് ഗോൾഡൻ മെലഡി റൗണ്ടിൽ സൂപ്പർ ബോയ്സ് ടീമിൽ നിന്ന് വരുന്നു ദേവസൂര്യ. ഓ, മായാമഞ്ജലി ഇതുവഴി പോകും തിങ്കളി. നൈസ്. ദേവ, എന്തോ ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയൂ, കേൾക്കട്ടെ. സിനിമ ഒറ്റയാൾ പട്ടാളം പാടിയത് വേണുഗോപാൽ സാറ്. ആ ദേവസൂര്യ, അത് വേണുഗോപാൽ അണ്ണാച്ചി മാത്രമല്ല, രാധിക തിലകം പാടിയിട്ടുണ്ട്. അപ്പൊ അത് ഒന്ന് മനസ്സിൽ വെച്ചേക്കാം. മ്യൂസിക് ശരത് സാറ്. ശരത് സാർ. എഴുതിയത് പി.കെ. ഗോപി സാർ. സൂപ്പർടാ, അടിപൊളിയായിരുന്നു കേട്ടാ. സാറിന്റെ മുമ്പിൽ അത് പാടാൻ കാണിച്ച ധൈര്യവും ആ ഒരു കോൺഫിഡൻസിനും ആദ്യം തന്നെ വലിയൊരു കൈയടി. താങ്ക് യു. നമുക്ക് സാറിനോട് തന്നെ ആദ്യം ചോദിക്കാം അല്ലേ? ശരത് സർ. യെസ് സർ. ദേവസൂര്യ സാർ. താങ്ക് യു. എന്റെ പാട്ട് പാടിയതിൽ കുറെ സന്തോഷം. താങ്ക് യു സാർ. നന്നായിട്ട് പാടി. താങ്ക് യു സാർ. കേട്ടോ, നന്നായിട്ട് പാടി. ആലാപ്പൊക്കെ നല്ലതായിരുന്നു. കുറച്ചും കൂടെ എന്താ പറയണ്ടത്, അതൊരു ചില ഏരിയ ഒരു അഴകുഴമ്പനായിട്ട് കിടക്കുന്നു. അതൊന്ന് കൃത്യമായിട്ടൊന്ന് കുറച്ചും കൂടെ സ്ഫുടമായിട്ട് അക്ഷരം പറയുന്നതാണെങ്കിലും അതൊന്ന് ഒരു കൃത്യമാക്കുക. ഓക്കെ, അത് എനിക്ക് ആസ് എ കമ്പോസർ എനിക്കിഷ്ടമായി പാടിയത്. കേട്ടോ. പിന്നെ ഈ മോഹ കുങ്കുമം അത് പാടാമോ? മോഹ കുങ്കുമം മോഹ മോഹ കുങ്കുമം മോഹ കുങ്കുമം പൂശിനി പൂശിനി പൂശി പൂശിനി പൂശിനി. ഗുഡ് 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 ഗുഡ്. ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ സാർ. മനോഹരമായിട്ട് തന്നെ പാടി. പെട്ടെന്ന് പിടിക്കുന്നുണ്ട്. താങ്ക് യു. അതെ, പെട്ടെന്ന് കയറി പിടിക്കുന്നുണ്ട്. എന്നെ ഒന്ന് പിടിച്ചേ, എത്തുമോ നിനക്ക്? പോയി പിടിക്കണം, ചെല്ലണം. എന്റെ ഭാഗം ഒരു പ്രോത്സാഹനം. അതെ. നീ വാട അവിടം വരെ വരാനുള്ള ഇതുണ്ട്. ഒന്ന് കെട്ടിപ്പിടി. നൈസ് നൈസ്. അപ്പൊ യശിനെ കൊണ്ട് ഒന്ന് കെട്ടിപ്പിടിപ്പിക്കണം. ശരി, അയ്യോ പറ്റത്തില്ല. യശ് എന്ത് പറ്റി? കരയുന്നു. എന്ത് പറ്റി? കുറച്ചും കൂടെ നന്നായിട്ട് പാടായിരുന്നടാ. ഓ, യശ് ടീം ലീഡറാണ്. ആ സന്തോഷം പ്രകടിപ്പിക്കുകയാണ്. സാർ അവനെ വിളിച്ചു. സാർക്ക് അവന്റെ പാട്ട് കുറെ ഇഷ്ടപ്പെട്ടു. അവൻ നല്ലപോലെ പാടി. ഇപ്പം ആ ഒരു ജസ്റ്റർ കുറെ ഇഷ്ടപ്പെട്ടു. സച്ച് എ സ്വീറ്റ് ക്യാപ്റ്റൻ. നിങ്ങൾക്ക് നിങ്ങളുടെ പുണ്യമാണ് ഇങ്ങനെ ഒരു ഞാൻ ആലോചിക്കുക, ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് എത്തിയപ്പോഴത്തേക്ക് ഒരു അച്ഛൻ പദവി എടുത്തു വെച്ച പോലെ. യശ്, എന്റെ ദൈവമേ, ഒരു അച്ഛൻ പട്ടം കിട്ടിയ പോലെ. യശേ അവൻ നന്നായിട്ട് പാടി. അതാ സ്നേഹം. നമുക്ക് എനിക്ക് നല്ല സംശയമുണ്ട് ശരത് സർ, ഇത് ഗേൾസ് ക്യാപ്റ്റൻ ഇൻഫ്ലുവൻസ് ചെയ്തതാണെന്ന്. ചെറിയ ജീവിതമാണെന്ന് എന്തോ പറഞ്ഞിട്ട് കരയിപ്പിച്ചിരിക്കുക. ഇതൊക്കെ ഒരു നന്മയുള്ള മനുഷ്യനാണ്. അത് നമ്മൾ സമ്മതിക്കണം. അപ്പൊ ചക്കരെ സൂപ്പർടാ. താങ്ക് യു സാർ. വെരി ഗുഡ് പേഴ്സൺ മാൻ. കീപ് ഇറ്റ് അപ്പ് കേട്ടോ. താങ്ക് യു ശരത് സർ. ചേച്ചി ദേവസൂര്യ, മാം. ഇനി എന്ത് വേണം? കിട്ടേണ്ട അനുഗ്രഹം കിട്ടിയില്ലേ? ഇല്ലേ? അസലായി പാടി.
താങ്ക് യു ബ്യൂട്ടിഫുൾ സോങ് സെലക്ഷൻ ആണ്. കാരണം ഒന്നാമത് നമുക്കൊക്കെ ശരത് സാറിൻ്റെ പാട്ടുകൾ എന്ന് പറയുമ്പോൾ അതിൽ എപ്പോഴും സ്റ്റേജിൽ നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ചില പാട്ടുകളുണ്ട്. ഞാനെന്തായാലും എനിക്ക് ഏറ്റവും ഇഷ്ടം പ്രണതോസ്മിയാണെന്നാലും ഞാൻ അത് വാദിക്കും എപ്പോഴും. ഇത് ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി മോൻ. താങ്ക് യു മാം. അപ്പോൾ ഈ ഒരു പാട്ട് എടുത്തതിൽ തന്നെ വലിയ കൈയടി. കാരണം ഇത് അങ്ങനെ നമ്മൾ കേൾക്കുന്ന പോലെ ഒരു മെലഡി അല്ല, അതിനകത്ത് ഒരുപാട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുണ്ട്. അതിനോട് നീതി പുലർത്തി. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. ഷാനിക്ക, എന്തൊരു പാട്ടാണ് ഈ മനുഷ്യനുണ്ടാക്കി വെച്ചേക്കുന്നത് അല്ലേ. അത് നമ്മൾ മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ നമുക്ക് എന്നും ഇദ്ദേഹത്തിൻ്റെ കമ്പോസിഷൻസ് എന്ന് പറയുന്നത് ഒരു ടെക്സ്റ്റ് ബുക്കാണ്. ഒരുപാട് പഠിക്കാനുണ്ട്. പിന്നെ അത് മാത്രമല്ല ഒന്നുമല്ല എന്നുള്ളൊരു തോന്നൽ നമുക്ക് വരുന്ന ടൈപ്പ് ഓർക്കസ്ട്രേഷനും അതും ഏത് കാലത്ത് നിന്ന് ആലോചിക്കണം. കാലത്തിന് മുന്നേ സഞ്ചരിച്ച ഒരു വ്യക്തിയാണ് ഈ മനുഷ്യൻ. ദൈവം നന്നായിട്ട് തന്നെ പാടി, നല്ല രസമുണ്ടായിരുന്നു. എന്താ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറ. പിന്നെ ഈ മനുഷ്യന്റെ മുമ്പിൽ അതെ, ഈ മനുഷ്യന്റെ പാട്ടെടുത്ത് പാടാൻ നീ കാണിച്ച ധൈര്യം. സമ്മതിച്ചോടാ. ഏ പയ്യൻ നീ കൊള്ളാംടാ. ഓക്കെ, മാർക്സ് ചോദിക്കാം. ചോദിക്കാം. ചേച്ചി 8.3. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. ശരത് സർ 8.2. താങ്ക് യു സാർ. താങ്ക് യു സർ. ഷാനിക്ക ഈ ഹിഡൻ മാർക്സ് ആയതുകൊണ്ട് എന്തൊരു സുഖം പറയാം. എന്തൊരു സമാധാനം എന്നല്ലേ. പേന പോലും വേണ്ട. ഓക്കെ, സോ ടോട്ടൽ 16.5. താങ്ക് യു സൂപ്പർ. താങ്ക് യു. ഓക്കേടാ, ഓൾ ദി ബെസ്റ്റ്. സൂപ്പർ ബോയ്സ് ടീമിൽ നിന്നാണ് ഇപ്പൊ ദേവസൂര്യ വന്നത്. ഇനി അടുത്തതായി സൂപ്പർ ഗേൾസ് ടീമിൽ നമുക്ക് ഒരാളെ ഇറക്കാം. ഫസ്റ്റ് റൗണ്ട് ഫസ്റ്റ് ബീറ്റ് റൗണ്ട്. യെസ്, പാടാൻ വരുന്നു ശ്രേയ ഭാനു. ലാലി ലാലി ലാലോ ലാലി ലാലി ലാലോ ലാലി ലാലി ലാലോ മച്ചാനെ മച്ചാനെ மச்சான பாத்தீங்களா மலவாட தோப்புக்குள்ளே மச்சான பாத்தீங்களா மலவாட தோப்புக்குள்ளே குயிலக்கா கொஞ்சம் நீ பார்த்து சொல்லு வந்தார காணலியே அவர் வந்தார காணலியே
மனசார வாழ்த்துங்களே எங்க குலம் வாழ வாழ்த்துங்களே மனசார வாழ்த்துங்களே எங்க குலம் வாழ வாழ்த்துங்களே ഓഹോ ശ്രേയ അടിപൊളി പെർഫോമൻസ് ആയിരുന്നു മച്ചാനെ. എപ്പടി ഇருக்கு മച്ചാനെ? മച്ചാന് നാണം കൊണ്ട് വയ്യ ഈ അതാ, വാർദ്ധക്യത്തിലും. ഇങ്ങനെയൊക്കെ വാർദ്ധക്യത്തിലെന്ന് സൂപ്പറായിരുന്നു സൂപ്പറായിരുന്നു. ആര് വാർദ്ധക്യം ആര് പറഞ്ഞു? മനുഷ്യ ഐ ലവ് യു ശ്രേയ. ലവ് യു ടു സർ. നമുക്ക് ചോദിക്കാം. ഔ, ശരത് സർ. യെസ് ശ്രേയ യെസ് സർ. നന്നായിട്ട് പാടി ശ്രേയ. താങ്ക് യു സർ. ഈ ഒരു പാട്ടെന്ന് പറഞ്ഞാല് എനിക്ക് തോന്നുന്നു രാജാ സാറിന്റെ ആദ്യകാലം സാറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യം. അദ്ദേഹം പാട്ട് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോൾ ഇവരെല്ലാം അന്ന് മറ്റുള്ളവർക്കൊക്കെ വായിക്കുന്ന ഓർക്കസ്ട്രക്കാരാണെന്ന് അവിടെ ഉള്ളത്. അപ്പോൾ അവരെല്ലാം വിളിച്ചിട്ട് സാറ് കേൾപ്പിച്ചു വന്നു പാട്ട് കേൾക്കാൻ. ഒരു മനുഷ്യനൊരു നല്ലത് പറഞ്ഞില്ല, ഒരാൾ നല്ലാർക്ക് എന്ന് പറഞ്ഞതേ ഇല്ല. അപ്പോൾ സാറിനത് വലിയ വിഷമം, അല്ലെങ്കിൽ സാർ എൻ്റെ അടുത്ത് പറയത്തില്ലല്ലോ. അപ്പോൾ സാറ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, അവരാരും ഒന്നും പറഞ്ഞില്ല ശരത്, പക്ഷേ എൻ്റെ പാട്ട് കേട്ട് ജനങ്ങളെല്ലാവരും എണീറ്റ് നിന്നു, അതുകൊണ്ടാണ് ഞാൻ എന്ന് നിൽക്കുന്നത്. അതാണ് വേണ്ടത്, അത്രേ ഉള്ളൂ, കഴിഞ്ഞു. ഇതൊക്കെയാലും മനോഹരമായിട്ട് പാടി. ഈ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയൂ. രാജാ സാറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു പോയി. അന്നക്കിളി എന്നുള്ള മൂവിത്തെ സോങ് ആണ്. രാജാ സാറാണ് അത് പറഞ്ഞല്ലോ. പിന്നെ ലിറിക്സ് പഞ്ചു അരുണാചലം സാറാണ്. പാടിയത് ജാനകി അമ്മ. അയ്യോ അയ്യോ വണ്ടർഫുൾ, ഉഗ്രായിട്ട് പാടി കേട്ടോ ശ്രേയ. അപ്പൊ എന്തെങ്കിലും ഈ ഒരു പാട്ട് എടുത്തോണ്ട് വന്നു. താങ്ക് യു ശരത് സർ. ചേച്ചി ശ്രേയ യെസ് മാം. കലക്കി. താങ്ക് യു മാം. ഒന്നാമത് ശ്രേയ വന്ന് നിൽക്കുമ്പോൾ ആ ധാവണിയൊക്കെ കൊടുത്ത് ആള് ഫുൾ കോൺഫിഡൻസോട് കൂടിയാണ് വന്ന് നിന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടു. കഴിഞ്ഞ ഒരു ഡ്യുവറ്റ് പാടിയ ആ പെർഫോമൻസ് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അന്ന് ആള് നല്ലോണം പെർഫോം ചെയ്യണമെന്ന് വിചാരിച്ച് വന്ന് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പാളിച്ചകൾ ഉണ്ടായി. പക്ഷെ അത് ഞാൻ ഇതില് കടത്തി വെട്ടും എന്നുള്ളത് കൊണ്ട് കടത്തി അങ്ങ് വെട്ടി. താങ്ക് യു മാം. സുന്ദരിയായിട്ടുണ്ട്. ഒന്നാമത് ആ നല്ല ആ അന്നക്കിളി പടത്തിലുള്ള അതുപോലെ ഒരു സ്റ്റൈലായിട്ടുണ്ട് ശരിക്കും. നമുക്കൊരു ഒരു പഴയ കാലം അങ്ങ് റീക്രിയേറ്റ് ചെയ്ത പോലെ ഉണ്ടായിരുന്നു. മുളസലായിട്ട് പാടി, നല്ല ഫീൽ ഉണ്ടായിരുന്നു. ആ എന്താണ് ചില ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ആ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ആണ് ഞാൻ ശ്രദ്ധിച്ച കൂടുതലും. ഭയങ്കര മുഖത്തൊക്കെ വല്ലാത്ത ഒരു പ്രണയ നിർഭരമായ ഒരു എന്താണ് എക്സ്പ്രഷൻ ക്രിയേറ്റ് ചെയ്തു. ഷാനിന് ഒരുപാട് 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 ഇഷ്ടമായി. അതാണ് ഷാന് ഭയങ്കര എന്താ അത് ഹൃദയം ഇടിക്കുകയാണ് ഭയങ്കര ഹൃദയം. മൈ ഗോഡ്, ശരത് സർ അത് നോക്കി ഹൃദയം വെളിയിൽ വന്നിരിക്കുന്നു. അതാ അത്രയ്ക്ക് ഭയങ്കരം. എന്തായാലും ഇത് ആദ്യമായിട്ടാന്ന് തോന്നുന്നു ഇവിടെ ഷാനിന്റെ ഇങ്ങനെ ഹൃദയമിടിപ്പ് കൂട്ടിയത് ഒരാള് വന്നിട്ട്. സത്യം. അതെ, അപ്പം അതിനൊരു വലിയൊരു കയ്യടി. താങ്ക് യു മാം. മൊത്തത്തിൽ മസ്താണ്. ഇന്ന് സൂപ്പറായിട്ട് ഞാൻ പെർഫോം ചെയ്തിരിക്കുന്നുള്ളൂ. അതുകൊണ്ട് ആ സന്തോഷത്തിൽ ഞാൻ എൻ്റെ പെട്ടി മഞ്ചരി പെട്ടി തുറക്കാന്ന് വിചാരിച്ചു. ഗംഭീരമായി പാടിയതിന് ശ്രേയക്ക് എൻ്റെ മനസ്സ് തുറന്ന് ഞാൻ ഈ മഞ്ചരി പെട്ടിയിൽ ഇഷ്ടമുള്ള മിഠായിയൊക്കെ എടുത്തോന്ന് പറഞ്ഞ് ഗോഡ് ബ്ലെസ് യു. ഇനി ഇതുപോലെ മനോഹരമായിട്ട് പാടുക. കാരണം ഇത്തരത്തിലുള്ള പെർഫോമൻസസ് നമ്മുടെ പ്രേക്ഷകരും കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. നിങ്ങളുടെ കോൺഫിഡൻസ് ആണ് ഏറ്റവും മുഖ്യം. അങ്ങനെ മഞ്ചരി പെട്ടി രണ്ടാം താളും തുറന്നിരിക്കുകയാണ്. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, അപ്പൊ നമുക്കിനി മച്ചാന്റെ അടുത്ത് ചോദിക്കാം അല്ലേ? മച്ചാനെ ഹായ് ശ്രേയ. മച്ചാനെ എന്തൊക്കെയുണ്ട് വിശേഷം? എനിക്കൊന്നും എഴുതി വെക്കാൻ പറ്റിയില്ല. ഞാൻ ശ്രേയയുടെ മോഹവലയത്തിൽ
ഞാനിങ്ങനെ പാറിപ്പറന്ന് കുടുങ്ങി. നടക്കുകയായിരുന്നു. കുടുങ്ങി. ഐ ലവ് യു ശ്രേയ. ലവ് യു ടു സർ. പറഞ്ഞോട്ടെ, ഇന്നലെ രാത്രി എന്റെ അടുത്ത് ശ്രേയ ചേച്ചി വന്ന റൂമില്, എന്നിട്ട് എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ പറഞ്ഞു, ഓൾറെഡി ഷാനിക്ക പറഞ്ഞായിരുന്നല്ലോ, ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഷാനിക്കനെ ഇഷ്ടമാണ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു, നാളെ ഷാനിക്കനെ കൊണ്ട് പറയിപ്പിക്കും ഐ ലവ് യു എന്ന് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. Oh my God. അപ്പൊ അങ്ങനെ ഒരു മത്സരം ഇതിന്റെ ഇടയിൽ നടക്കുന്നുണ്ട്. ഞാൻ ഷാനിക്കാനങ്ങ് എടുക്കുവാന്ന് പറഞ്ഞവളോട്. ഷാനിക്കനെ ഇങ്ങനെ എടുക്കുവാന്ന് പറഞ്ഞു എടുത്ത്. ഓക്കെ, എന്നെ എടുക്കാൻ വേറെ ആർക്കെങ്കിലും താല്പര്യമുണ്ടോ? ഞാൻ പോസസീവ് ആവുവേ. എന്താണിത്? ശ്രേയ, ഐ എം സോറി ശ്രേയ. ഐ എം സോറി ശ്രേയ. ശ്രേയ, പാട്ട് അടിപൊളിയായിട്ട് പാടി. താങ്ക് യു സർ. അടിപൊളിയായിട്ട് പാടി. ആക്ച്വലി ഒരു പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ തവണത്തെ പെർഫോമൻസിന്റെ ഒരു നെക്സ്റ്റ് ലെവലാണ് നമ്മളിപ്പം കണ്ടത്. താങ്ക് യു സർ. മോള് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എലിമിനേറ്റ് ആവാതെ നോക്കണം കേട്ടോ. വെരി നൈസ്. നല്ല എനർജറ്റിക് പെർഫോമൻസ് ആയിരുന്നു. Thank you, ആ sir. സ്റ്റേജിലെ ഹോൾ ആക്ട് സൂപ്പർബ് ആയിരുന്നു. Thank you, ഭയങ്കര sir. രസമായിരുന്നു. എല്ലാവരും ഭയങ്കര എൻഗേജിങ് ആയിരുന്നു. പ്രത്യേകിച്ച് ഇത് ഒരു പേഴ്സണൽ ഇങ്ങനെ ഒരു സംഭവമൊക്കെ വരുമ്പോൾ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ആൻഡ് ഐ ലവ്ഡ് ഇറ്റ്. ഓക്കേ, മതി മതി മതി. ഇത്ര മതിയല്ലേ, ചളവാക്കാതെ. ഇനി അടുത്ത പ്രാവശ്യം വേറെ ആരെങ്കിലും പാടും, അതിന് നമുക്ക് കൂടുതൽ പറയാം. മച്ചാനെ വാ എൻ മച്ചാനെ ഇല്ല, വാ. അപ്പൊ അത് അതായിക്കോട്ടെ. മഞ്ചരി, വേറൊരു കാര്യം അറിയാം. എവളീ പാട്ട് മച്ചാനെ പാത്തിങ്കളാന്നാ ചോദിച്ചേ. എന്റെ മച്ചാനെ കണ്ടോ? അല്ല, മച്ചാനെ പാത്തിങ്കളാന്ന് അവരുടെ അടുത്ത്. മച്ചാനെ, അതാ ഞാൻ ഷാനിക്കന്റെ അടുത്ത് ചോദിച്ചത്. അല്ലല്ലോ, അതല്ല അതിന്റെ അർത്ഥം. മച്ചാനെ പാത്തിങ്കളാ, മച്ചാനെ പാത്തിങ്കളാ, നിങ്ങൾ രണ്ട് ഹൃദയങ്ങളുടെ ഇടയിൽ വരരുത്. എനിക്കത്ര പറയാനുള്ളൂ. വഴി തിരിച്ചു വിടല്ലേ. ഓക്കെ, താങ്ക് യു മച്ചാനെ. ഓക്കെ, പക്ഷെ ഇത് വൺ ഓഫ് ദി ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. ഇപ്പൊ ഷെല്ലിങ്ങനെ ആ ഒരു ഷെല്ലിൽ നിൽക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഇവളുടെ ഒരു പെർഫോമൻസ് ഒരു എക്സാമ്പിൾ ആണ്. ആ ഒരു 5 മിനിറ്റ് വന്ന് അവൾ അടിപൊളിയായിട്ട് ചെയ്ത് എക്സ്പ്രസ് ചെയ്ത് അവളുടെ ആ ഒരു സംഭവം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ നിങ്ങളും പെർഫോം ചെയ്യാം കേട്ടോ, എല്ലാവരും. ഓക്കെ, ചേച്ചി ഡാൻസ് കളിക്കാത്ത ഒരാളാണ്. ഞാൻ ഒരുപാട് വർഷം മുന്നേ എനിക്ക് ചേച്ചിനെ പരിചയമുണ്ട്. ചേച്ചി അങ്ങനെ ഡാൻസ് കളിച്ചിട്ടൊന്നും ഇന്ന് കളിക്കാമെന്ന് ചോദിച്ചാൽ ഇങ്ങനെ ആടും, അങ്ങനെയൊന്നും അല്ലാണ്ട് ഇതുവരെ സ്റ്റേജിൽ പോലും ഇങ്ങനെ കളിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഇവിടെ വന്നപ്പോൾ ആക്കൊരു പ്രത്യേക പവറും ഭയങ്കര എനർജിയും ഞങ്ങളെ കൂടെ എല്ലാ കാര്യത്തിനും വരുന്നു. ഇവിടെ ഡാൻസ് കളിച്ചപ്പോൾ ഭയങ്കര സന്തോഷം. എന്താണ് ആ ഒരു എനർജിയുടെ രഹസ്യം? ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് എല്ലാവർക്കും കിട്ടുന്ന കാര്യമാണ്. അപ്പൊ അത് മാക്സിമം യൂസ് ചെയ്യാന്നുള്ളതാണ്. ഗുഡ് ഗേൾ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി മാർക്സ് ചോദിക്കാം. മച്ചാന്റെ മാർക്ക് ഹിഡൻ ആണ്, അതുകൊണ്ട് അത് അറിയാൻ പറ്റില്ല. അത് എനിക്ക് ആ മാർക്ക് ഇടാൻ ഇത് ഈ പേപ്പർ തികയോന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. എക്സ്ട്രാ ഷീറ്റ് വേണോ? ഇതിന്റെ മാർക്കോ 6.5. മനുഷ്യ ബാക്കി ഞാൻ കൊടുത്തോളാം. എത്ര ഉള്ളൂ? 10 വരെ ഉള്ളൂ. എത്ര ഇട്ടുണ്ടാക്കിയ ഞാൻ മാർക്ക് ഇടൂല്ല. അപ്പൊ ശ്രേയ ഭാനു 8.3 മാർക്സ്. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ചേച്ചി 8.5. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. മച്ചാനെ ആ പേപ്പർ നശിപ്പിച്ചു. 16.8. ചേച്ചി ശരത് സാർ, നമുക്കിനി സൂപ്പർ ഗേൾസ് ടീമിന്ന് വേണ്ട. സൂപ്പർ ഗേൾസിന്റെ ഇപ്പൊ വേണ്ട, നമുക്ക് മാറ്റി. ഓ അല്ലേ, ഇപ്പൊ അല്ല, വേണ്ട, ഇപ്പൊ വേണ്ട ചേച്ചി. ഇപ്പൊ വിളിച്ച ശരിയാവില്ല. നമുക്ക് സൂപ്പർ ബോയ്സ് ടീമിന്ന് വിളിക്കാം. ഓക്കെ, അപ്പൊ ഗോൾഡൻ മെലഡി റൗണ്ടിൽ പാടാൻ വരുന്നു അക്ഷയ്. മറക്കുടയാൽ മുഖം മറയ്ക്കും, മറക്കുടയാൽ മുഖം മറയ്ക്കും മാനല്ല, മഷിക്കറുപ്പാൽ മിഴിയെഴുതും മീനല്ല, പൂനിലാവല്ല പുലർവേളയിൽ മുല്ലയാവില്ല മൂവന്തിയിൽ, അവളല്ലിയാമ്പലല്ല കുഞ്ഞു തെന്നലെ, കുറുമ്പിന്റെ മറക്കുടയാൽ മുഖം മറയ്ക്കും മാനല്ല, മഷിക്കറുപ്പാൽ മിഴിയെഴുതും മീനല്ല.
അക്ഷയ് എന്തോ ഭയങ്കര രസമുണ്ടായിരുന്നു. താങ്ക് യു. ആ LED ഉള്ള പാടത്ത് നീ മുണ്ടും ഷർട്ടൊക്കെ ഇട്ട് പാടുന്ന കാണാൻ ഭയങ്കര രസമുണ്ടായിരുന്നു അല്ലേ ഞാൻ ചേച്ചി? കണ്ടില്ല. സൂപ്പർ ആയിരുന്നു. നല്ല രസമായിരുന്നു. LED ഉള്ള പിന്നെ എന്തോന്ന് വിഷലൊക്കെ പാറ് മുണ്ടില്ല എന്നൊന്നും പാടണോ? അവൻ അങ്ങനെയൊക്കെ നിക്കട്ടെ. ഞാൻ അവന് ഉദ്ദേശിച്ച നല്ല ആ രസമുണ്ട്. പാടത്ത് നമ്മുടെ ഗ്രാഫിക്സ് ടീമിന് ഒരു വലിയ കൈയടി കൊടുക്കുവോ? ഗ്രാഫിക്സിന് സൂപ്പർ. നമ്മൾ ഞാനൊക്കെ ഇത് കണ്ടത് സത്യം പറഞ്ഞ പാറു നീ പറഞ്ഞൊരു വളരെ ഒരു അല്ലേ? രസകരമായിട്ടുള്ള ഇത് വല്ലപ്പോഴും പോകുന്ന ഒരു ബസ് ഈ പാടത്തൂടെ. ഇപ്പൊ അങ്ങനല്ല, മൊത്തം ബഹളമാണ്. അങ്ങനെ അല്ലായിരുന്നു. വല്ലപ്പോഴും ഹാൺ അടിച്ചിട്ട് വരുന്ന ഒരു സാധനം. ഒരു ലോഡ് ആൾക്കാര് വെയിറ്റ് ചെയ്യും കൊലയൊക്കെ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ചോദിക്കാം. ശരത് സർ. അക്ഷയ് സർ, ഉഗ്രം പാട്ട് അക്ഷയ്, അസാധ്യം. ഇത് പറഞ്ഞേ, മറ്റുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ കേക്കട്ടെ. മനസ്സിനക്കര എന്ന മൂവിയിലെ പാട്ടാണിത്. ആയിക്കോട്ടെ. ഇളയരാജ സാറാണ് കമ്പോസർ. സൂപ്പർ. MG ശ്രീകുമാർ സാറാണ് പാടിയത്. ലിറിക്സ് ഗിരീഷ് പുത്തഞ്ചേരി സാർ. പറയേണ്ട കാര്യമുണ്ട്, എല്ലാവരും കൂടെ തകർത്തു. കുറേ സന്തോഷം ഇത് ഇങ്ങനെ ഒരു പാട്ട് എടുത്തോണ്ട്. നന്നായിട്ട് തന്നെ പാടി, നന്നായിട്ട് തന്നെ പാടി. നല്ല സുഖമുണ്ടായിരുന്നു. അത് ഇടയ്ക്കൊക്കെ ചെറിയ അത് ഫൈൻ ട്യൂൺ ചെയ്തോണ്ടാ മതി. അതിപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് അത് കയറി പറയണ്ട. പക്ഷെ നന്നായിട്ടുണ്ടായിരുന്നു മൊത്തത്തിൽ. ഇതിൻ്റെ ഇടയ്ക്കൊരു ഡാൻസ്, ഇത് ഏതാണ്, ഏത് ജോണറാണ് ഇപ്പൊ പാടാൻ വന്നേക്കുന്നത്? പാട്ടിന്റെ സോറി സാർ, മെലഡിയാണ് പാടാൻ വന്നത്. അതൊരു ഫാസ്റ്റ് നമ്പർ ആക്കാനുള്ള ഒരു ശ്രമം. ഞങ്ങൾ കൺഫ്യൂസ് ആയി. ഇത് വന്നപ്പോ ഒരു രസമായിരുന്നു. അതൊക്കെ ആവാന്ന് പറഞ്ഞതാ. പിന്നെ നല്ലതാ, നല്ല സ്റ്റെപ്പാണ്. അത്രേ ഉള്ളൂ കേട്ടോ. മനോഹരമായിട്ട് തന്നെ പാടി. ആ ഒരു പാട്ട് തരൻ്റെ ഒരു ഫീല് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതാണ് വേണ്ടത്. ഒരു പാട്ടിൻ്റെ ആ ഒരു പൾസ് മനസ്സിലാക്കി തന്നെ പാടിയിട്ടുണ്ട്. അപ്പം ഞാൻ ആ ഫൈൻ കറക്ഷൻ എന്ന് പറഞ്ഞത് നിനക്ക് അറിയാം അക്ഷയ്ക്ക്, അത് ചെയ്തോളുക, അത്രേ ഉള്ളൂ. അത് മനുഷ്യനല്ലേ, ഹ്യൂമൻ എററാണ്, അതിനൊന്നും ഒരു കാര്യമില്ല. പക്ഷേ ആ പാട്ട് ഉൾക്കൊണ്ട് പാടിയിട്ടുണ്ട്. കുറേ സന്തോഷം. താങ്ക് യു. താങ്ക് യു ശരത് സർ. ഷാനിക്ക. അക്ഷയ് സർ, അടിപൊളിയായിട്ട് പാടിയടാ. താങ്ക്സ് സർ. തന്നെ ശരത്തേട്ടൻ പറഞ്ഞ പോലെ തുടക്കത്തിൽ പെട്ടെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായി. ഇത് ഇനിയിപ്പം ഫാസ്റ്റ് നമ്പർ ആണോ? കാരണം നമ്മൾ ഈ മെലഡി റൗണ്ടിൽ എല്ലാവരും ഈ മൂവ്മെന്റുകൾ ഉണ്ടാവുന്നത് വളരെ കുറവാണല്ലോ. പക്ഷെ അക്ഷയ് സൂപ്പർബായിരുന്നു. അത് ആ പാട്ടിന് ചേരുന്ന രീതിയിൽ അക്ഷയുടെ മൂവ്മെന്റ്സ് ഒക്കെ കറക്റ്റ് ആയിരുന്നു. പിന്നെ എന്തൊരു പാട്ടാണിത് അല്ലേ, ഭയങ്കര ഈ പറഞ്ഞ പോലെ നമ്മൾ ജോൺസൺ മാഷ പാട്ടുകളെ പറ്റി പറയുന്നത് പോലെ തന്നെ ഒരു മണ്ണിന്റെ മണമുള്ള ഒരു പാട്ട്, ഭയങ്കര രസമുള്ള പാട്ട്. ആൻഡ് ഈ പറഞ്ഞ പോലെ പണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ബസ്സേ ഉണ്ടാവുള്ളൂ. എനിക്കിപ്പോൾ ഓർമ്മ, ഞാൻ പണ്ട് ഗൾഫിൽ നിന്ന് ഇവിടെ എത്തിയതിന് ശേഷം എൻ്റെ 9ാം ക്ലാസ്സും 10ാം ക്ലാസ്സും ഇവിടെ തലശ്ശേരിയിലായിരുന്നു. അപ്പം രാവിലത്തെ ആ ഒരു ബസ് മിസ്സായി കഴിഞ്ഞാൽ പിന്നെ 2 കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്ത് മാത്രമേ ബസ് കിട്ടുള്ളൂ. അപ്പോൾ രാവിലെ ശ്രീ അംബിക എന്ന് പറഞ്ഞൊരു ബസ്സുണ്ട്. അതിൽ കാണാം രാവിലെ കുറേ ഈ പിന്നെ കൊലയും അതുപോലെ കുറേ പാത്രങ്ങളും ചാക്കൊക്കെ ആയിട്ട്. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് ഇപ്പം ചെറുതായിട്ട് അത് പറഞ്ഞപ്പോൾ എനിക്കത് ഓർമ്മ വന്നു. കാരണം ആ ബസ് മിസ്സായി കഴിഞ്ഞാൽ 2 കിലോമീറ്റർ നടക്കണം. എന്നിട്ടാണ് ഒക്കെ ഓരോ ഓർമ്മകൾ. എന്തായാലും നന്നായിട്ട് പാടിയാണ് അക്ഷയ്, അടിപൊളിയാണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. ചേച്ചി. അക്ഷയ് അസലായി പാടി. രാജാ സാറിന്റെ പാട്ട് എല്ലാ ഡീറ്റെയിൽസും ഒക്കെ പറഞ്ഞു. ഈ ഒരു പാട്ട് ശരിക്കും എന്ത് ഭംഗിയായിട്ടാണ് ഗിരീഷ് ഏട്ടൻ എഴുതിയിരിക്കുന്നത്. ഞാൻ അതിൻ്റെ വരികളിലൂടെയൊക്കെ ശരിക്കും ഇപ്പോൾ ഈ നമ്മുടെ ഇവിടുത്തെ ഗ്രാഫിക്സ് ടീം എന്ത് മനോഹരമായിട്ടാണ് ഒരു പാടം ഒക്കെ കാണിച്ച് ശരിക്കും നമ്മൾ ആ പാടത്തെത്തി അവിടെ നിന്ന് ഇങ്ങനെ ആ പാട്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്ന ഒരു ഫീലാണ് കിട്ടിയത്. ശരിക്കും കോറസും എല്ലാവരും ഗംഭീരായി കേട്ടോ. നിങ്ങൾ നന്നായി പാടി. എനിക്കും ഇത്തരത്തിലുള്ള പാട്ടുകൾ പാടാൻ പറ്റിയിട്ടുണ്ടല്ലോ. അത് വെച്ചാൽ ഗിരീഷേട്ടൻ എന്ന് പറയുന്ന ആ അദ്ദേഹത്തിൻ്റെ വരികൾ, ഇഷ്ടംപോലെ പാട്ടുകൾ, മനോഹരമായ പാട്ടുകളാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പം ഞാനിത് ഈ വരികൾ ഇങ്ങനെ ഓർത്തപ്പോൾ എത്രയോ ഭംഗിയുള്ള പാട്ടുകൾ അദ്ദേഹത്തിൻ്റെ വരികളിൽ എനിക്ക് എൻ്റെ ശബ്ദം കൊടുക്കാൻ സാധിച്ചല്ലോ എന്നുള്ളതാണ് ഞാൻ ആലോചിച്ച് സന്തോഷിച്ചിരുന്നത്. ശരിക്കും ഇങ്ങനത്തെ എന്താ മണ്ണിൻ്റെ മണമുള്ള പാട്ടെന്ന് പറയില്ലേ, ശരിക്കും ഇറ്റ്സ് സച്ച് എ ബ്യൂട്ടിഫുൾ സെലക്ഷൻ. ആ സെലക്ഷനാണ് ഞാൻ ഏറ്റവും വലിയ കയ്യടി തരുന്നത്. കാരണം അക്ഷയ് മനോഹരമായിട്ട് പാടുകയും ചെയ്തു. നല്ല ഐശ്വര്യമുണ്ട് കാണാനും, ഒരു മുണ്ടും ഷർട്ടൊക്കെ ഇട്ട് ശരിക്കും ആ പാടത്ത് നിന്ന് ആള് നല്ല അഭിനയിച്ച് സൂപ്പറായിരുന്നു. ഇതില് പ്രത്യേകിച്ച് ഒന്നും എടുത്തു പറയാനില്ല. കാരണം അക്ഷയ് കഴിഞ്ഞ പെർഫോമൻസിനേക്കാൾ നന്നായി, വളരെ നന്നായി എന്ന് തന്നെയാണ് പറയുന്നത്. ഗോഡ് ബ്ലെസ് യുടാ. ഇനിയും ഇതുപോലെ നന്നായി പാടാൻ സാധിക്കട്ടെ. ബോയ്സ് ടീം ക്യാപ്റ്റൻ കരയുന്നുണ്ടോ? ഇല്ല, ക്യാപ്റ്റന് ഇഷ്ടപ്പെട്ടോ പാടിയത്? അടിപൊളിയായിരുന്നു. ആണോ, ഇഷ്ടമായോ?
ഇനി ക്യാപ്റ്റന്റെ പാട്ട് കേൾക്കണം ഞങ്ങൾക്ക്, ഡപ്പാങ്കൂത്ത്. എന്തായാലും ആ സ്റ്റെപ്സ് ഒക്കെ നന്നായിരുന്നു കേട്ടോ, നല്ല ക്യൂട്ടായിരുന്നു കാണാൻ. ശരിക്കും നമ്മള് ഇതൊരു റൗണ്ടാണ്, ഏത് റൗണ്ടാണ് അതൊക്കെ നമ്മൾ മറന്നു. നമുക്കൊരു പെർഫോമൻസ്, നല്ലൊരു പെർഫോമൻസ് കണ്ട ഒരു ഫീലിംഗ് തന്നെയാണ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേച്ചി. ഓക്കെ, ചോദിക്കാം. ശരത് സാർ. അക്ഷയ് 8.2. താങ്ക് യു സാർ. എനിക്കോ ഇത്രയും പ്രതീക്ഷിച്ചില്ല, എന്നാ പിന്നെ 7.1. താങ്ക് യു സാർ. ചേച്ചി അക്ഷയ്ക്ക് ഈ പെർഫോമൻസിന് 8.4. താങ്ക് യു ചേച്ചി. ഷാനിക്ക ടോട്ടൽ 16.6. മേഡം മോനെ. ഓക്കെ, അപ്പൊ ഇനി അടുത്ത റൗണ്ട് അടിപൊളിയാക്കാം. ഓൾ ദ ബെസ്റ്റ്. അങ്ങനെ അക്ഷയുടെ ആ പാട്ടോട് കൂടി, പാടത്തൂടെയുള്ള ആ പാട്ട്, അതാണ്, അതും രാജാ സാർ. അതെ, രാജാ സാർ എത്ര ഇതുപോലത്തെ ഫോക്ക് സ്റ്റൈൽ പാട്ടുകൾ ചെയ്തിട്ടുണ്ടെന്നറിയോ? മനോഹരമായിട്ട് ഓർമ്മ വരുന്നു. അപ്പോഴേ വന്നു, ആ കുട്ടി പാടുമ്പോഴേ വന്നു. സർ മാങ്കുയിലെ പാടലാമോ? വണ്ടർഫുൾ. യെസ്. முத்து முத்து கண்ணால நான் சுத்தி வந்த பின்னால மாங்குயில பூங்குயில செய்தி கொண்டு கேளு, ஒன்ன மாலையில தேடி வரும் நாளு எந்த நாளு. ഓ സൂപ്പർ. നിപമഗ